നമസ്കാരം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പത്രസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിരുന്നു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന PIBയിലെ ഉദ്യോഗസ്ഥരെ കാണിച്ചിട്ട് വേണമായിരുന്നു ഓരോ ദിവസത്തെയും പത്രം അച്ചടിക്കാൻ. സർക്കാരിനെതിരെയുള്ള വാർത്തകൾ നീക്കം ചെയ്യുക മാത്രമല്ല, എതിരായി പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾക്ക് പിഴ ഈടാക്കുക കൂടി ചെയ്തിരുന്നു. പത്രസ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടതിനെതിരെ ഇന്ത്യൻ എക്സ്പ്രസും ദീപികയും ദേശാഭിമാനിയുമൊക്കെ മുഖപ്രസംഗം എഴുതാതെ ആ സ്ഥലം ശൂന്യമായിട്ടും എഡിറ്റോറിയലിൻ്റെ സ്ഥലം കറുത്ത കളറിൽ നൽകിയുമൊക്കെ പ്രതിഷേധിച്ചു. മലയാള മനോരമയടക്കം മറ്റു ചില പത്രങ്ങൾ അടിയന്തരാവസ്ഥയെ പേടിച്ച് വെട്ടുക്കിളി ശല്യം തുടങ്ങിയ ഫീച്ചറുകളിലേക്ക് ഊളിയിട്ടു. ദേശാഭിമാനി തേനീച്ച കൃഷിയെക്കുറിച്ച് എഴുതി. അതിൽ റാണി ഈച്ചയെക്കുറിച്ച് പ്രത്യേകം എഴുതി. അതുവഴി ഇന്ദിരാഗാന്ധിയെയും ഉപജാപക സംഘത്തെയും കണക്കറ്റ് കളിയാക്കി. തേനീച്ചകളെക്കുറിച്ചുള്ള ഫീച്ചറിനെ PIBക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇക്കാലത്തൊരു ദിവസം ദീപികയിൽ ഒരു ചിത്രം വന്നു. എറണാകുളം ജില്ലയിലെ കോടനാട്ടിലുള്ള ആന പരിശീലന കേന്ദ്രമാണ് ചിത്രത്തിൻ്റെ ഉറവിടം. കാട്ടാനകളെ വാരിക്കുഴിയിൽ വീഴ്ത്തി പിടിച്ചുകെട്ടി കോടനാട്ട് കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുകയാണല്ലോ സാധാരണ ചെയ്യുന്നത്. അന്ന് 9 ആനകൾ ഒറ്റയടിക്ക് വാരിക്കുഴിയിൽ വീണു. അതിൻ്റെ ഉഗ്രനൊരു പടവുമായി അവിടുത്തെ ഏജൻറ്റ് വന്നു. സ്വാതന്ത്ര്യമേ വിട എന്ന അടിക്കുറിപ്പോടെ ദീപിക അത് 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചു. പത്രം അടിക്കുന്നതിന് മുമ്പ് കണ്ടെങ്കിലും PIB ഉദ്യോഗസ്ഥർക്ക് അടിക്കുറിപ്പിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാക്കാനായില്ല. മനസ്സിലാക്കിയപ്പോൾ ദീപികയ്ക്ക് നോട്ടീസും കിട്ടി. നോട്ടീസിന് ദീപിക നൽകിയ മറുപടിയിൽ സർക്കാരിന് അത്ര തൃപ്തി വന്നില്ല. 1.5 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വന്നു. ദീപികയ്ക്ക് അക്കാലത്ത് പിന്നെയും കിട്ടി ശിക്ഷ. ഇറ്റലിയിലെ ചരിഞ്ഞ ഗോപുരമായ പിസാ ഗോപുരത്തിൻ്റെ ചിത്രമാണ് ഇത്തവണ കുഴപ്പമായത്. പിസാ ഗോപുരത്തിൻ്റെ ചരിവ് കൂടുന്നത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ നടക്കുന്ന സമയത്താണ് പിസയുടെ പുതിയ ചിത്രം പുറത്തു വന്നത്. ആ ഫോട്ടോയ്ക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ചാഞ്ഞു നിൽക്കുന്ന പിസാ ഗോപുരത്തെ ഒരു യുവതി താങ്ങി നിർത്തുന്ന മട്ടിലുള്ളതായിരുന്നു ചിത്രം. ഇതെത്ര നാൾ എന്ന അടിക്കുറിപ്പോടെയാണ് ദീപിക ആ ചിത്രം പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യ അടിയന്തരാവസ്ഥയെ എത്ര നാൾ താങ്ങും എന്നാണ് കവി ഉദ്ദേശിച്ചത്. പതിവ് പോലെ PIBയിലെ ഉദ്യോഗസ്ഥരുടെ ട്യൂബ് ലൈറ്റ് കത്തിയത് പിറ്റേ ദിവസമാണ്. ദീപികയ്ക്ക് വീണ്ടും പിഴ. ഇത്തവണ 25,000 ചുരുങ്ങി എന്നു മാത്രം. റൂത്തിൻ്റെ ഭർത്താവും ബർട്ടിയുടെ അച്ഛനുമായ ജനാധിപത്യം അന്തരിച്ചു. അടുത്ത കഥ അതേക്കുറിച്ചാണ്. കാത്തിരിക്കുക.